തിരുവനന്തപുരത്ത് തുരുത്തുംമൂല വാർഡിലുള്ള LDFിൻ്റെ സ്ഥാനാർത്ഥി മനു ഡിക്കൊപ്പമാണ് നമ്മൾ ചേരുന്നത്. അദ്ദേഹം രാവിലെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിലാണ്. അദ്ദേഹത്തിനൊപ്പം തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രവർത്തകരെ ഒപ്പമുണ്ട്. വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം BJPയുടെ സിറ്റിംഗ് സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള അംഗത്തിലാണ് നമ്മുടെ LDFിൻ്റെ സ്ഥാനാർത്ഥി മനു ഡി. മനു എന്ന് പറയുന്നത് SFI DYFI രംഗത്തിലൂടെ സജീവമായി, ഒപ്പം തന്നെ ട്രേഡ് യൂണിയൻ CITUവിൻ്റെയൊക്കെ ബഹുജന ചുമതലയുള്ള ആളാണ്. പ്രത്യേകിച്ച് സഹകരണ സംഘത്തിലെ ജീവനക്കാരനാണ്, കളക്ഷൻ ഏജൻ്റാണ്. ഈ പ്രദേശത്തൊക്കെ ജനങ്ങളോട് അത്രയേറെ ആത്മബന്ധമുള്ള ഒരാളെയാണ് തുരുത്തുമൂല തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി LDF നിയോഗിച്ചിട്ടുള്ളത്. മനു തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിൽ നമ്മൾ കേരളത്തിൽ ആകെ പരിശോധിക്കുമ്പോൾ വലിയൊരു ആവേശ ചൂടുണ്ട്. ഒപ്പം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത, ഒന്നും രണ്ടും പിണറായി സർക്കാരിൻ്റെ ഒരു തുടർച്ച, ഒപ്പം തന്നെ ഈ ക്ഷേമ മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ തന്നെ വോട്ടായി തുരുത്തുമൂലയിലും ജനങ്ങൾ LDFിനൊപ്പം നിൽക്കുമോ? നമ്മൾ പ്രചരണ രംഗത്തിറങ്ങുമ്പോൾ ഒരു റൗണ്ട് നമ്മൾ പ്രചരണം ഗൃഹസന്ദർശനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, നമുക്കിപ്പോൾ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇപ്പോൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി, 400 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയാക്കി. നമ്മൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ, ഇപ്പോൾ ഈ അടുത്ത ഇന്നലെയൊക്കെ ചെല്ലുമ്പോൾ 3600 രൂപയാണ് കഴിഞ്ഞ മാസത്തെ പെൻഷൻ കൊടുത്ത് 3600 രൂപയാണ് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു പിന്തുണ, ആ വീട്ടുകാരുടെ ഒരു പിന്തുണ, നല്ലൊരു പിന്തുണ ഈ ഗവൺമെൻറ്റിനും ഈ ഇടതു മുന്നണിക്കും നമ്മൾ സ്ഥാനാർത്ഥിയായിരിക്കുന്ന എനിക്കും ഗുണകരമായിട്ട് വരും. ഈ സഹകരണ സംഘത്തിൻ്റെ ജീവനക്കാരനാണ്, പ്രത്യേകിച്ച് കളക്ഷൻ ഏജൻറ്റ് കൂടിയാണ്. അപ്പോൾ ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ ജനങ്ങളുടെ യഥാർത്ഥ വികാരം നേരിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇപ്പം മനുച്ചേട്ടൻ അത് പറഞ്ഞത്. കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ബന്ധമുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ തന്നെ ഒപ്പം തന്നെ ഈ BJPയുടെ നഗരസഭയിലെ സിറ്റിംഗ് സീറ്റുകളിലെല്ലാം വലിയ തരത്തിലുള്ള വികസന മുരടിപ്പുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോയ BJP ഭരിക്കുന്ന സീറ്റുകളെല്ലാം നോക്കിയപ്പോൾ നിലവിലുണ്ടായിരുന്ന വികസന പ്രവർത്തനങ്ങൾ നിലച്ചുപോയി. മാത്രമല്ല പുതുതായി ഒന്നും വന്നില്ല. അത് ഇവിടെ ഈ തുരുത്തുമൂലയിലും ചർച്ചയാവുന്നുണ്ടോ? ഇപ്പോൾ ഞാനൊരു കളക്ഷൻ ഏജൻ്റാണ്, നമ്മൾ സർവീസ് സഹകരണ മേഖല കളക്ഷൻ ഏജൻ്റാണ്. ഒന്നാം പിണറായി സർക്കാർ വരുമ്പോൾ ആദ്യം എടുത്ത തീരുമാനം എന്ന് പറയുന്നത്, 18 മാസത്തെ മുടങ്ങിക്കിടന്ന പെൻഷനുകൾ കളക്ഷൻ ഏജൻറ്റുമാർ, ബാങ്കിലെ കളക്ഷൻ ഏജൻറ്റുമാർ വീടുകളിൽ എത്തിക്കുക എന്നുള്ളതാണ്, നേരിട്ട് എത്തിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതെനിക്കൊരു അഭിമാനമാണ്. അതായത് 10,000, 11,000, 12,000 രൂപയാണ് ഈ പാവപ്പെട്ട ജനങ്ങൾ, ഈ പ്രദേശത്തുള്ള പാവപ്പെട്ട വീടുകളിൽ ഞാൻ കൊണ്ടു കൊടുത്തത്. അതായത് ബുദ്ധിമാന്ദ്യം വന്നവർ, വിധവകൾ, പിന്നെ അംഗവൈകല്യം വന്നതെന്ന് പറഞ്ഞാൽ കിടപ്പ് രോഗികൾ വരെയുണ്ട്. അവർക്കൊക്കെ ഈ കാശ് അവർ വാങ്ങിയിട്ട് 10,000, 11,000 രൂപ വാങ്ങിയിട്ട് നമ്മുടെ തൊഴുത് നന്ദി പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതാണ് നമ്മുടെ ഒരു നേട്ടം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ വാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ വാർഡിൽ നടത്തിയിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും MLA VK പ്രശാന്ത് നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളല്ലാതെ, അതായത് കോർപ്പറേഷൻ റോഡുകൾ ഉൾപ്പെടെ ഇവിടെ ഇപ്പോൾ MG ലൈന്, റാന്നി ലൈന്, ശാസ്താനഗർ തോട് കെട്ടി റോഡാക്കിയത്, സഞ്ചാരയോഗ്യമാക്കിയത്, ഇതെല്ലാം ചെയ്തത് MLAയുടെ നേതൃത്വത്തിലാണ്. അതായത് നമ്മളൊരു ഇവിടുത്തെ ഒരു നഗരസഭയിലെ കൗൺസിലർ എന്നുള്ള നിലയിൽ, ജനപ്രതി എന്നുള്ളതിൽ ചെയ്യേണ്ട കർത്തവ്യം ആ ഭാഗത്ത് നിന്ന് BJP കൗൺസിലറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. MLA എന്ന നിലയിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് തുരുത്തുമൂലയിലുള്ളത് എന്നതാണ് മനു ചേട്ടൻ പറയുന്നത്. MLA എന്ന രീതിയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. MLA VK പ്രശാന്ത് 2 ദിവസം എന്നോടൊപ്പം ഇവിടെ പ്രചരണ പ്രവർത്തനങ്ങൾക്കുണ്ടായിരുന്നു. അയാൾ എല്ലാ വീടുകളിലും MLA കയറി പറയുന്നുണ്ട് ഈ പ്രവർത്തനം. ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ എണ്ണിയാണ് പറയുന്നത്. ഈ ഇവിടെ നടത്തിയ റോഡ്, ഈ കോർപ്പറേഷൻ റോഡ്, പക്ഷേ ചെയ്തത് MLA ആണ്. ഇപ്പോൾ വരുന്ന മേൽപ്പാലം, പേരൂർക്കട മേൽപ്പാലം, ഇവിടെ പേരൂർക്കടത്തെ ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കുന്നതിന് മേൽപ്പാലം അനുവദിച്ചിട്ടുണ്ട്. ആ മേൽപ്പാലം കടന്നു പോകുന്നത് നമ്മുടെ വാർഡിൽ കൂടെയാണ്. 3/4 ഭാഗം കടന്നു പോകുന്നത് നമ്മുടെ വാർഡ്. നമ്മുടെ ആ ഒരു വികസനങ്ങൾ നമുക്ക് വോട്ടാക്കി മാറ്റാൻ സാധിക്കും. ആ MLA വന്ന് എനിക്ക് വേണ്ടി വോട്ട് ചോദിച്ചിരുന്നു. ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ ഇത് പഞ്ചായത്ത് ആയിരുന്നു മുൻപ്, ഇപ്പോഴാണ് ഇത് നഗരസഭയ്ക്കൊപ്പം ആയത്. മുൻപ് ഇവിടുത്തെ പഞ്ചായത്തിനെ പ്രതികരിച്ച വാർഡ് മെമ്പറായിട്ടുള്ള ആൾ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിനോട് നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചു. ഇവിടെ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മാറ്റം ഇപ്രാവശ്യം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം 2010 കോർപ്പറേഷൻ ആകുന്നത്. 2010-15 കോൺഗ്രസ് ആയിരുന്നു ജയിച്ചത്. അത് കഴിഞ്ഞ് 2015-25 വരെ BJPയുടെ കയ്യിലാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ വാർഡ് വികസന മുരടിപ്പിൽ നിൽക്കുകയാണ്. പിന്നെ ഈ MLA VK പ്രശാന്ത് വന്നതിന് ശേഷം നമ്മളെല്ലാം കൂടെ ചെന്ന് അങ്ങനെ കണ്ടാണ് ഈ വാർഡിലെ കുറച്ചെങ്കിലും വികസന പ്രവർത്തനം മുന്നോട്ട്, കുറച്ചല്ല പൂർണ്ണമായിട്ടും വന്നത്. പക്ഷേ ഈ കൗൺസിലർ എന്ന നിലയിൽ വട്ടപൂജയാണ്. സത്യമാണത്, പരമ സത്യമാണത്.
തീർച്ചയായും ഒരു കൗൺസിലർ നേരത്തെ ഞാൻ മുഖവരിയായി പിന്നെ മനു ഡിയോട് ചോദിക്കുമ്പോൾ തന്നെ പറഞ്ഞതാണ് ഈ വാർഡുകളുടെ വികസനം. കാര്യം ഏത് സർക്കാർ ഭരിച്ചിരുന്നിരുന്നാലും തദ്ദേശ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുണ്ട്. കാരണം അവിടുത്തെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട താഴെത്തട്ടിലെ ജനപ്രതിനിധി എന്ന് പറയുന്നത് വാർഡ് കൗൺസിലറോ വാർഡ് മെമ്പറോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ പ്രദേശത്തെ സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകൾ, തെരുവുകളൊക്കെ കത്താതെ കിടക്കുകയാണെങ്കിൽ, ഒപ്പം തന്നെ തെരുവ് നായകളുടെ ശല്യം, ഒപ്പം തന്നെ ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിലൊക്കെ തന്നെ തലസ്ഥാനത്ത് ഇപ്പോൾ BJPക്ക് 34 വാർഡ് കൗൺസിലർമാരുണ്ട്. ആ 34 സ്ഥലങ്ങളിലും ഭൂരിഭാഗം സ്ഥലങ്ങളിൽ ഇതേ വികാരമുണ്ട്. കാരണം LDF ഭരിക്കുന്നതും LDFിൻ്റെ വാർഡ് പ്രതികരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഈ മാലിന്യം പോലും ദിനം മാറ്റാത്ത അവസ്ഥ BJP ഭരിക്കുന്ന പല വാർഡുകളിലുമുണ്ട്. അതിനൊക്കെ ഉള്ള ഒരു വിധിയെഴുത്തായി ഈ തുരുത്തുമൂലയെ മാറുമെന്ന് തന്നെയാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി മനു ഡി കൈരളി ന്യൂസിനോട് പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പോരിൻ വലിയ തരത്തിൽ ആവേശമാണ്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാണ്. രാവിലെ സർക്കാർ ജീവനക്കാരൊക്കെ വീടുകളിൽ നിന്ന് ജോലിക്കൊക്കെ പോകുന്ന ജീവനക്കാരായിരിക്കും അധികം പേര്. അവരൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥിക്ക് ഓടി നടന്ന് കാണാം. അതിൻ്റെ ഒരു ധൃതിയൊക്കെ സ്ഥാനാർത്ഥിയുടെ മുഖത്ത് കാണാറുണ്ട്. എല്ലാവിധ വിജയാശംസകൾ, കൈരളിയുടെ എല്ലാവിധ വിജയാശംസകളും മനുവിന് നേരുകയാണ്. ഈ തുരുത്തുമല വാർഡിലെ മനു എന്ന LDFിൻ്റെ സ്ഥാനാർത്ഥിയാണ് കൈരളി ന്യൂസിനൊപ്പം ചേർന്നത്. ക്യാമറ പേഴ്സൺ ഷാജിലേക്കൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.